സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തിയിൽ ദുരിതത്തിലായി കർഷകരും നാട്ടുകാരും. കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കക്കൂസ് മാലിന്യമടക്കമുള്ളവ നിക്ഷേപിക്കുന്നതിലൂടെയാണ് ഇവർ പ്രയാസത്തിലാവുന്നത്. വളാഞ്ചേരി ആലുക്കൽപ്പടി വെണ്ടല്ലൂർ തോടിലാണ് ദിനംപ്രതി മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? ഇപ്പോൾ ഈ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ സംഭവം നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ഏരിയകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പണിക്കാരെ ബംഗാളികളും ആസാമുകാരൊക്കെ അത് ഉപയോഗിച്ച് അതിൽ കുളിക്കുന്നുണ്ട്. വെണ്ടല്ലൂർ ആലുക്കൽപ്പടിയിലെ തോട്ടിൽ ദിനംപ്രതി നിരവധി മാലിന്യങ്ങളാണ് നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയത്. അതിൽ കക്കൂസ് മാലിന്യങ്ങളും ഉൾപ്പെടും. സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കൂടുതലുമുള്ളത്. തോടിനെ ആശ്രയിച്ച് നിരവധി പേരാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കുളിക്കുന്നതിനും അലക്കുന്നതിനും മറ്റുമായി നിരവധി പേരും ഇവിടെ എത്താറുണ്ട്. മാലിന്യം കാരണം നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്. കൃഷിക്ക് ആവശ്യമായ വെള്ളം പോലും തോട്ടിൽ നിന്നെടുക്കാൻ കഴിയില്ലെന്ന് കർഷകരും പറയുന്നു. ഇത് നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? ഇപ്പോൾ ഈ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ സംഭവം നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ഏരിയകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പണിക്കാരെ ബംഗാളികളും ആസാമുകാരൊക്കെ അത് ഉപയോഗിച്ച് അതിൽ കുളിക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു ഏകദേശം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 10-10:30 മണിയാണ്. ആ സമയം വരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് ശേഷം ഉണ്ടായതാണ് ഏതോ ഹോട്ടൽ വേസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, സംശയം. ഇവിടെ ഈ തോട്ടിൽ കൂടുന്നത് അല്ലെങ്കിൽ തന്നെ മാലിന്യം തള്ളാൻ ഒരു നല്ല സ്ഥലമാണ് തോട് എന്നുള്ളതാണ് എല്ലാവരും കണക്കാക്കുന്നത്. അത് അറവ് മാലിന്യമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. എല്ലാ സംഗതികളും ഇവിടെ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ തോട്ട് കൂടുന്നത്. ഇതിൽ ഇറങ്ങിയ ഒരു സമയം കയറുന്ന സമയത്ത് നമുക്ക് പല ഫംഗസ് പ്രശ്നങ്ങളും വന്ന് നമ്മളതിനെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തോടിനും പരിസരത്തുമായി രാത്രിയാകുന്നതോടെ സാമൂഹ്യ വിരുദ്ധരെത്തി മദ്യപിക്കുന്നതും പതിവാണ്. രാത്രികാലങ്ങളിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്ത് സ്കൂളുകളും ആരാധനാലയങ്ങളുമുണ്ട്. ഇവിടേക്കെല്ലാം തോടിന് സമീപമുള്ള പൈങ്കണ്ണൂർ വെണ്ടല്ലൂർ റോഡിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഇനിയും ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൂടി എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഒരു കൃഷിക്കാരനാണ് ഞാൻ. 30 ഏക്കർ 40 ഏക്കർ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കരുത്, അത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇതിന് 2 ക്ഷേത്രങ്ങളിൽ പോണ വഴിയാണിത്, 3-4 സ്കൂളിൽ പോണ വഴിയാണിത്. ഇത്രയും യാത്രകളും കാര്യങ്ങളും സർവീസും നടക്കുന്ന ഒരു സ്ഥലത്ത് കൊടുന്ന് ഇത്രയും ധൈര്യമായിട്ട് ചെയ്യും. ഇനി ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവരുത്. അധികാരികളായാലും ആരായാലും അതിന് വേണ്ട ഇത് ചെയ്യുക. പിന്നെ ബാക്കി ദൈവം കൊടുത്തോളൂ എന്ന് പറയാം. കാരണം ഇതിൽ ഇനിയിപ്പോൾ ഇറങ്ങി കയറേണ്ട ആളാണ് ഞാൻ. ഇതിൽ ഇപ്പോൾ പോയി ഇനി ഒരു 4 മണിയാകുമ്പോൾ ഇതിൽ ചെയ്യണം. എനിക്ക് വെള്ളം അവിടെ ആവശ്യമുള്ളത്. അത് വേറെ ആളുണ്ട്, അവർക്കൊക്കെ ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവരിപ്പോൾ ഒന്ന് കണ്ടുപോയതാണ്. പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്കിതിൽ ഇറങ്ങൽ നിർബന്ധമാണ്. എനിക്കൊരു മാസം വെള്ളമാണ് ഇനി. പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധർ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10 മണിക്ക് ശേഷം ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് അത് വന്ന് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ കുറേ ആൾക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അവിടെ കുപ്പിയൊക്കെ വന്നിട്ട് 100 കണക്കിന് ബീറിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതവർ കണ്ടുപോയി. ഇപ്പോൾ വേറെ പല ആൾക്കാരും വന്ന് കണ്ടുപോയി. നമ്മുടെ ഈ നിൽക്കുന്ന റോഡ് സൈഡ് മൊത്തം ഒരാഴ്ചയിൽ എങ്ങനെയായാലും ഒരു 200 കുപ്പിയെങ്കിലും ഞങ്ങൾ പെറുക്കി കയറ്റണം. അത് നെല്ലിലേക്ക് ഇടാണ്. നെല്ലിൽ നിന്നാണ് ഞങ്ങളത് പെറുക്കി കയറ്റുന്നത്. ഈ ബുദ്ധിമുട്ട് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിലൂടെ ദുർഗന്ധം വമിച്ച് വിദ്യാർത്ഥികൾക്കടക്കം യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളാഞ്ചേരി നഗരസഭ 19-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശം കൂടിയാണിത്. പ്രശ്നത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.